ഹലോ. ഹലോ അനു, ഞാൻ വന്നിട്ട് കടന്നിട്ടൊന്നുമില്ല. എന്തേ? നേരം വെയില്ലേ? ഇന്ന് നീ ക്ലാസ്സിന് വരണ്ട കേട്ടാ. വരണ്ടേ? ഇന്ന് പോന്നില്ലേ? എനിക്ക് തീരെ കഴിയുന്നില്ല. അതെന്താ? രാത്രിയത്തെ അതന്നെ. ഞാൻ വിചാരിച്ച പോലെയല്ലല്ലോ നീങ്ങള. ഒരാഴ്ചയായില്ലേ അനൂർന്ന് പോയിട്ട്. എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞിട്ടില്ലേ അനു വന്നാലിനി അനു ഇത്ര നാളും കണ്ട പോലെ അല്ല ഞാൻ ഉണ്ടാവുകയെന്ന്. അത് ശരിക്കും ആയിട്ടില്ലേ? പിന്നെ ഞാൻ വിചാരിച്ച പോലെയല്ല നീ. ഞാൻ വിചാരിച്ച അനു വരൂല തന്നെയാണ് ഞാൻ വിചാരിച്ചിന്. ഇന്നലെ സന്തോഷമുണ്ടല്ലേ? അനു ശരിക്കും ട്രെയിൻ ഇറങ്ങിയതാന്ന് എനിക്ക് ശരിക്കും വിശ്വാസമായിന് വരുന്നുണ്ട്. ഞാൻ പറ്റിക്കുന്നു ചോദിച്ചാ? അല്ല, വണ്ടി കയറുമ്പോ വണ്ടി നിന്നെല്ലാം വിളിച്ചെന്നെങ്കിലും എനക്ക് ഒരു വിശ്വാസം ഇല്ലേനു. എന്റെ അടുത്ത് എത്തിയരാന്ന് എനിക്ക് ഉറപ്പായത് അനു വന്നതെന്നുള്ള. അല്ല, എനിക്ക് അയാൾ അന്നൊന്നും ചെയ്യുന്നതിൽ നല്ല ഉഷാറായിട്ടാണ് ഇന്നലെ അന്വേഷിച്ച് പഠിച്ചത് കേട്ടാ. ഇപ്പൊ അനുവിന് മനസ്സിലായില്ലേ? നല്ലോണം പഠിച്ച് ഡ്രൈവിംഗ് അല്ലേ? ഇനി എനക്ക് അനു പുതിയ എല്ലാം പഠിപ്പിച്ചു തരുന്നു. ഇനി ഓരോ ദിവസത്തിൽ എനക്ക് ഓരോന്നോരോന്ന് പഠിപ്പിച്ചു തന്നാ മതി. അത് ഞാൻ പഠിപ്പിച്ചു തരും. പക്ഷേ അനുവല്ലേ പറഞ്ഞ അങ്ങനെ ദിവസം അയാളായിട്ട് ഇങ്ങനെയുള്ളുണ്ട്. എന്നിട്ട് അനുവിന്റെ ഇന്നലത്തെ കളി കണ്ടായിരുന്നു അങ്ങനെയൊന്നല്ല എനിക്ക് തോന്നിയേ. പക്ഷെ അനീഷിന്റെ കളി കണ്ടാലും പിന്നെ എനിക്ക് ഒന്നും തോന്നിയില്ല. ഇതായി പറയണ്ടേ. അനു ശരിക്ക് ഒരാഴ്ചയോളം ഭക്ഷണം കഴിക്കാതെ ആളെ പോലെയാണ്, ആർത്തിയോടെ തിന്നുന്ന പോലെ. ഞാനും അങ്ങനെയാണ്. അനീഷിന്റെ ഇത് കണ്ടേരാന്ന് നല്ല പറയണ്ടേ. അന്നേരാന്ന് എനക്കൊരു ഉഷാറായത്. അനുവിടുന്ന് പോയേരോ ഞാനിങ്ങനെ മനസ്സിൽ നമ്മളെ ഓരോ ദിവസത്തെ കാര്യങ്ങളിലും ഓർത്ത് അങ്ങനെ എന്റെ എല്ലാ കൺട്രോളും പോയി നിൽക്കുന്നതാണ്. അങ്ങനെ ചെയ്തതാ? ഇനി അങ്ങോട്ട് എപ്പോ ഇങ്ങനെ ഉണ്ടാവും അതിന്? ഇതിലും കുറച്ചും കൂടി നന്നാക്കാട്ടാ. എന്നും നന്നാക്കാനുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു തരുന്നത് പഠിച്ചിട്ട്. ഇനി അനു മതീന്ന് പറയുന്നവരെ അനു പറയും പോലെ ഞാൻ ചെയ്യും. ഞാനെന്നിട്ട് മതി മതിന്ന് പറഞ്ഞിട്ട് നീ കേട്ടിട്ടില്ലല്ലോ. അത് ഞാൻ വിചാരിച്ച് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നൊന്നും കേട്ടിട്ടില്ല. അനു പറയുന്നതേ കേട്ടിട്ടില്ല. നിന്റെ ഗിയർ മാറ്റം എല്ലാം ഒന്ന് പറയണ്ടേ ആദ്യത്തിനേക്കാൾ ഉഷാറാ. ഞാൻ ഇത്രക്കും പ്രതീക്ഷിച്ചില്ലേ. എന്നും മാറും അനു, നോക്കിക്കോ. ഇനിയും മാറണം. അനുവിന് നാട്ടിൽ പോകണ്ടെന്നാ മതി. നാട്ടിൽ പോവില്ല, അനീഷിനെ കൂട്ടിട്ട്. പിന്നെ എന്നിട്ട് ഇന്നലെ പിന്നെ ഒന്നും വർത്താനൊന്നും പറയാൻ സമയം കിട്ടിയിട്ടില്ലോ. അതിന് റൂമിൽ എത്തുമ്പോഴേക്കന്നെ അനുവിന്റെ ലെവലെല്ലാം മാറിയിട്ടില്ലേ? അത് അന്റെ ഡ്രസ്സെല്ലാം കണ്ടപ്പോ തന്നെ അനീഷിന് പൊറുതിയില്ലേ? അനക്ക് റെയിൽവേ സ്റ്റേഷനെ എന്റെ വീട്ടിലൊന്നും എത്തണ്ടെന്ന് വിചാരിച്ചു. നമുക്ക് അവിടെ റൂം എടുത്തപ്പോ. അല്ല, അത് പിന്നെ അത് ചിലപ്പോ ഈ ഇത്രയൊരു ഇത് കിട്ടൂലല്ലോ. അനുവിന്റെ വീട് അല്ല, അനുവിന്റെ വീട് പോലെ ആവൂലല്ലോ. തന്നെയാണ് ഞാനും പിടിച്ചിരുന്നത്. അനീഷിനെ എങ്ങനെയെങ്കിലും വീട്ടിൽ കൂട്ടിപ്പോയി നടന്ന് തകർത്ത് കളിക്കാൻ വിചാരിച്ചു. അനീഷ് പിന്നെ ഇനിയെപ്പോ വരുവോ വീട്ടില്? ഇനിയെപ്പോ വിളിച്ചാൽ നീ വരുന്നുണ്ടോ? ഇന്ന് ഞാൻ ചിലപ്പോ പണിക്ക് പോകുള്ളൂ. പകല് വന്നാലോ വൈകുന്നേരം. നേരത്തെ വാ.
എന്നിട്ട് രാത്രി എനിക്ക് വീട്ടിൽ പോവാലോ. ഇന്നും പോകാണ്ടിരുന്നാൽ അമ്മക്ക് സംശയം വരും. ഇന്നലെ ഒന്നും എന്റെ അമ്മയോട് പറഞ്ഞേ. ഇന്നലെ ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞത് കുറച്ച് ലേറ്റ് ആവും, എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, എനിക്ക് ഓനെ കാണാൻ പോണോ, ഓനെയും കൂട്ടിയിട്ട് ഇത് ഓന്റെ വീട്ടിൽ പോകണം, എന്റെ വിസേന്റെ കാര്യം പറയാന്ന് പറഞ്ഞാരോ എന്നാ പോടുന്ന് പറഞ്ഞു. അനീഷ് കള്ളത്തരം പറയാനും പഠിച്ചു അല്ലേ? കുറച്ച് പറഞ്ഞ അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കണ്ടേ കുറച്ച്. അങ്ങനെ വന്ന് പഠിച്ചതാ. അത് അനുവിന്റെ അടുത്ത് വരാൻ വേണ്ടി ഞാൻ സ്വന്തം പഠിച്ചതാ. അതാണ് അനീഷിന് മറ്റൊന്നും അറിയാതെ ഒരാളല്ലേനോ, എന്തെല്ലാം പഠിച്ചിപ്പോ. അത് ശരിയാണ്, എല്ലാം പഠിപ്പിച്ച അനു, അതുകൊണ്ട് എന്നും പഠിപ്പിക്കുന്നെല്ലാം ഞാൻ ശരിക്കും അനുസരിച്ചു. ഇനി ഡ്രൈവിംഗും കൂടി പഠിക്കണ്ടേ? ഡ്രൈവിംഗ് കംപ്ലീറ്റ് ആക്കി തരണോ? ഞാൻ പഠിപ്പിച്ചു തരും. ഇനിയിപ്പോ എനിക്ക് അതിനേക്കാളും പഠിക്കേണ്ട ഇതെല്ലാം തന്നെയാണ്. ഇപ്പൊ ഇത് പഠിക്കാനാണ് ഇൻട്രസ്റ്റ്, ഡ്രൈവിംഗ് പിന്നെ പഠിക്കാന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു അനു നാട്ടിൽ പോയിട്ട് എല്ലാം കൂടി മെലിഞ്ഞിട്ടുണ്ടാവും, നല്ല തുടുത്തിട്ടാണല്ലോ വന്നിന്. എന്നാലും ഭക്ഷണം ഇങ്ങനെ നടന്നു കഴിച്ചേ, നല്ല തടിച്ച് കൊഴുത്ത് തുടുത്തിന്. എന്നാ തിന്നല്? സാധാരണ നമ്മളെന്നും കഴിക്കുന്ന ഭക്ഷണം തന്നെ. അതടിച്ചു നിന്നാ സന്തോഷമുള്ളണ്ടായിരിക്കും അല്ലേ? ആയിരിക്കും, കുറച്ച് സന്തോഷം കുറവുണ്ടേനു മനുഷ്യനെ കാണായിട്ട്. അത് വെറുതെ പറയുന്നല്ലേ? വെറുതെ ഒന്നുമല്ല. പിന്നോ അനീഷിന് കുറെ മാറ്റം വന്നിനി കേട്ടോ. അനക്കെന്ത് മാറ്റം വരാനോ ഒരാഴ്ച കൊണ്ട്? അല്ല, ആ പൊട്ടത്തര മാറി കുറച്ച് സ്മാർട്ടായി വരുന്നുണ്ട്. അത് അനുകൂടി ഇല്ലായിട്ട് ഞാന് അനുവിനെ കാണായിട്ട് ഞാൻ എങ്ങനെ പറഞ്ഞു തരണ്ടേ മനസ്സിലായി. ഇന്നലെ രാത്രി മനസ്സിലായിട്ടില്ലേ? കാണാതെ എന്റെ മുഴുവൻ തീർത്തിട്ടില്ലെങ്കിലും കുറെ ഇന്നലെ ഞാൻ തീർത്തു. മുഴുവൻ എപ്പോ തീർക്കും? അതിനി ഓരോ ദിവസം അനു വിളിക്കാണ്ട് തന്നെ ഞാൻ വരും. ഇങ്ങനെയായോ? പിന്നെ വൈകുന്നേരം എന്തായാലും വരും. വൈകുന്നേരം വൈകുന്നേരം ആകണം, നേരത്തെ വരും. എന്നിട്ട് അന്നേരം കുഴപ്പമൊന്നുമില്ലല്ലോ നേരത്തെ വന്നാല്? ഇല്ല. എന്നിട്ട് ഞാൻ പോവേ വീട്ടില്? പോണ്. ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ട് വാ, നമുക്ക് രാത്രിയൊക്കെ നമ്മൾ എന്റെ വീട്ടിൽ നിന്ന് കഴിക്കാം. ഭക്ഷണവും കഴിക്കാം, ആ ഭക്ഷണവും കഴിക്കാം, ഈ ഭക്ഷണവും കഴിക്കാം. എന്തായാലും ഇനി അങ്ങോട്ട് ഇതന്നെയാണു. അപ്പൊ ഗൾഫിൽ പോണ്ടേ? ഗൾഫിൽ പോകാം നമുക്ക്. അല്ല അതല്ല, മദീന് ഗൾഫിൽ നിർത്തി വെച്ചേ. അത് പൈസ ആക്കണ്ടേ അനു? അന്നാ ഒരു കാര്യം ചെയ്യാം, അനുവും കൂടി പോര് ഗൾഫില്. എന്നിട്ട് ഞാൻ ആർക്കും ചെയ്യാന്? അനു എന്തെങ്കിലും ജോലി ചെയ്യണോ? നമുക്ക് ഒപ്പരാടുന്ന ജോലി ചെയ്യാം. നമുക്ക് ഗൾഫിൽ പോകണമെന്ന് വലിയ ആഗ്രഹമില്ല. അപ്പൊ അനീഷ് എനക്ക് ശരിയാക്കി തരുവോ? ബിസിയാ? അത് ഞാൻ വേണ്ടി അന്വേഷിച്ച് നോക്കാം. നമുക്ക് അറിയില്ല. അനു പാസ്പോർട്ടെല്ലാം എടുത്തിനാ? പാസ്പോർട്ടെല്ലാം വേഗം കിട്ടൂല ഇപ്പൊ. കിട്ടുവല്ലോ ചെയ്യും. അതാകുമ്പോ നമ്മളെ രണ്ടാളെ കാര്യവും നടക്കും, ഗൾഫിലെ പോക്ക് ആടുന്ന ജോലിയും ആവും. അപ്പൊ ഞാൻ ആരെന്ന് പറഞ്ഞ വരുവോ? എന്റെ ഒന്നിച്ചിട്ട് എന്ന് പറഞ്ഞാ വരും. വിസയാകുമ്പോ അങ്ങനെ ആരെന്നൊന്നും പറയണ്ടല്ലോ. എന്നാലും ആടെ എത്തി ഒരുമിച്ച്. അതെനിക്ക് അറിയില്ല കേട്ടോ, ഒരുമിച്ച് താമസിക്കാൻ പറ്റുമോ നമുക്കറിയില്ല. അത് അന്വേഷിച്ചാലേ അറിയുള്ളൂ. ഒരേ സ്ഥലത്ത് കിട്ടിയാല് ഇപ്പൊ വേറെ പറയാൻ നമുക്ക് ഇവിടെ എമ്പോഴാണെന്ന് കാണാൻ പറ്റുമെങ്കിലോ, പിന്നെ അപ്പുറം നമുക്ക് ഇങ്ങനെ ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ? പറ്റൂലേ? പറ്റുമായിരിക്കും. എനിക്കറിയില്ല, അതിനെപ്പറ്റി എനക്കും അത്ര അറിയില്ല. ഒരിക്കൽ പോയിട്ട് വന്നെങ്കിൽ അറിയുന്നു. ആരോടും ചോദിച്ചു നോക്കണം. അത് മോശമല്ലേ ചോദിക്കുമ്പോ ആള് വിചാരിക്കൂലേ? അയ്യോ, അപ്പൊ അനീഷോട് ചോദിക്കൂലേ ആരെയാന്ന്? അത് ശരിയാ, അവൻ ചോദിക്കണ്ട. നമുക്ക് ഇവിടെ തന്നെ അങ്ങ് നിൽക്കാം.
അല്ല അത് ഇപ്പൊന്നല്ല ബിസിയെല്ലാം ആണ്ടേ, സമയം ഉണ്ടെന്നു ഉം. നമ്മളൊക്കെ എന്താ ശരിയാവുമ്പോ നമുക്ക് പോവാം. അത് ഉം. ശരിയാകുമ്പോ നമുക്ക് പോവാം. അതുവരെ നമുക്ക് അല്ലെങ്കിൽ ഇത് ഞാൻ പോയാലും എനക്ക് അവിടുന്ന് വിസിയാക്കാൻ പറ്റുമോ, എനക്ക് അനുവിനെ കൊണ്ടുപോകാൻ പറ്റുമോ നോക്കാലോ. അത് പിന്നെ ലേറ്റ് ആവൂലേ, അന്വേഷിച്ച് പോയി അതുവരെ ഞാനും ഒരു ഒറ്റക്ക് നിൽക്കണ്ടേ, അതൊന്നും ശരിയാവൂല. അനീഷിന് പിന്നെ എന്നെ ഓർമ്മയില്ലെങ്കിലും ഞാൻ മറക്കൂല, അനുവാന്ന് ചിലപ്പോ മറന്നു പോവുക. ഞാൻ മറന്നു നോക്കുന്നില്ല. ഉറപ്പാ. ആ എനക്കിപ്പോ വേറൊരു സംശയമായി, അനു വീട്ടിൽ പോയിട്ട് അയാളെ കണ്ടിന്യൂ എന്നെല്ലാം പറഞ്ഞ വെറുതെ ആണെന്ന് തോന്നുന്നു. കാരണം അനുവിന് ഇന്നലെ എന്തായിരുന്നു, അനു ഇന്നലെ പരിസരം മറന്നിട്ട് മുമ്പൊന്നും ഉള്ള പോയിരുന്നില്ല. അനു ഇന്നലെ എന്തെല്ലാം കളിച്ചു കൂട്ടിയേ. അത് അയാൾ ചെയ്യുന്നത് മാത്രം പോരാ. അനുവിന്റെ പറഞ്ഞ അത് ഭയങ്കരാണെന്ന്. അല്ല, ഇന്നലത്തെ അനീഷിന്റെ എന്ന് പറയേണ്ട കളി നല്ല അടിപൊളിയാണ്, അതല്ലേ. അതുകൊണ്ടാ അങ്ങനെ പിന്നെ അയാളെ ചെയ്തൊന്നും ഒന്നുമല്ല. ഞാൻ വിചാരിച്ച എന്നെ പിടിച്ച് തിന്നു. അങ്ങനെ ഞാൻ ചെയ്തു. പിന്നെ ശരിക്കും പറഞ്ഞ എനക്ക് ഇടക്കൊരു പേടി വന്നിന്. അനുവിന്റെ കളികൾ ഇതെല്ലാം കണ്ടിട്ട് ചത്തുപോന്ന് വിചാരിച്ചു പോയി. അങ്ങനെ തോന്നുന്നു. ആ അത് മാത്രം ഞാൻ ചെയ്തേ. ഇപ്പൊ ഇനിയിപ്പോ എങ്ങനെ പറഞ്ഞു തരുവാ? പറയണ്ട. ഇപ്പൊ അതിൽ ഓർമ്മിക്കുമ്പോ ഇനിയും അങ്ങനെ തന്നെ ചെയ്യണം. ഞാനും ചെയ്യും. മടിയിൽ ഇരുന്നിട്ട് എന്തെല്ലോ പരിപാടി ഉണ്ടല്ലേ. മടിയിൽ ഇരുന്നിട്ട് എന്താ കാലില് അനു എന്നെ പഠിപ്പിക്കുന്ന അല്ല, പിന്നെ അടുത്ത് ഇരുന്ന് ഞാൻ പഠിപ്പിച്ചത്. എനക്കറിയില്ല, എനക്ക് അറിയോ നോക്കുന്നതായിരിക്കും അല്ലേ അനു, എനക്കറിയില്ല കേട്ടോ. അറിയില്ലെങ്കിൽ ഞാൻ ഇത് പഠിപ്പിച്ചു തരും. ഇതിനി അടുത്ത് ഇന്ന് വൈകുന്നേരം വന്നിട്ടാകുമ്പോ വരാന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഇതാണ് ഇനി അടുത്തത്. എന്നാല് ഞാൻ വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോ ഇവിടുന്ന് വരും അങ്ങോട്ടേക്ക്. പേരിട്ടിട്ട് വരുമോ? അന്നിങ്ങനെ വരണ്ട അനു പറയുമ്പോ മുണ്ട് കൊടുത്താൽ മതി. നല്ലത്. അനുവിന് മുണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നില്ലേ പണ്ട്. മുണ്ടാണ് സൗകര്യവും വല്ലോ. മുണ്ട് എടുത്തിട്ട് വരും. എന്നാല് ഓക്കെ. അനീഷ് കൊറേ മുണ്ട് മേടിച്ച് വെച്ചിട്ടുണ്ടാവൂല്ലേ? ഇല്ല, ഇനി മേടിക്കും. അത് അന്നത്തെ തന്നെ ഉള്ളേ. എന്നാല് ഒന്നും കൂടി മേടിക്കും, എന്നിട്ട് മാറി മാറി കൊടുത്താലോ. എന്നാ ശരിയാ. എന്നാ ശരി. എന്നാ ഉച്ചക്ക് മറക്കറേ. ഇല്ല.